ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക്, അതുപോലെ മകരലഗ്നം വന്നവർക്കും എങ്ങനെയായിരിക്കും ആഗസ്റ്റ് മാസഫലം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം. ഇപ്പോൾ മകരക്കുറു മകരലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശാധിപൻ ശനിയാണ്. ആ ശനി 3 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. സൂര്യൻ ആഗസ്റ്റ് 17 7 നിന്നും 8 മാറുന്നു. ചൊവ്വ ആഗസ്റ്റ് 2 6 മാറുന്നു. ബുധൻ ആഗസ്റ്റ് 5 7 22 അഷ്ടമത്തിലേക്ക് മാറുന്നു. അതുപോലെ 7ാം ഭാവരാശിയിലെ ഗുരു ഉച്ചസ്ഥിതനാണ്. ശുക്രൻ ആഗസ്റ്റ് 1 9 നീചരാശിയിലേക്ക് രാശി മാറുന്നു. രാഹു 2 കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, കുജൻ, ബുധൻ, രവി ഈ 4 ഗ്രഹങ്ങൾക്കാണ് ആഗസ്റ്റ് മാസത്തിൽ രാശിമാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ 3 വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ജന്മലഗ്നരാശാധിപൻ വക്രത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബോഡി പെയിൻ, ക്ഷീണം, ഒരു ഇമ്മ്യൂണിറ്റി കുറവൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം. ശുക്രനും ഗുരുവും ഒക്കെ 3 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് 3 ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും 3 ദൃഷ്ടി കൊണ്ട് പരിഹരിക്കും. മാത്രമല്ല ഇപ്പോൾ ഈ കുജൻ്റെ ഉച്ചദൃഷ്ടി ജന്മരാശിയിലുള്ള സമയം കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് കൂടുതൽ ആക്റ്റീവാകും, നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആക്റ്റീവാകും, കൂടുതൽ എനർജറ്റിക് ആകും, ഉന്മേഷവാനാകും. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഡനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ട്രീറ്റ്മെൻറ്റിലൂടെ റിക്കവറി സാധ്യമാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് ഈ 9 ശുക്രൻ നീചസ്ഥിതനായിട്ട് വരികയാണ്. ഇപ്പോൾ അത് 9ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ അവസാനത്തെ വാരമൊക്കെ ആകുമ്പം അഷ്ടമത്തിലേക്കും വരുന്നുണ്ട്. അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പേരൻസിൻ്റെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ദൂരയാത്രകളിൽ ഒക്കെ പ്രത്യേകിച്ച് അവസാനത്തെ പകുതി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ അവസാനത്തെ പകുതി അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയിലേക്ക് വരുന്നത് വിപരീത രാജയോഗമാണ്. എങ്കിലും ആ അഷ്ടമത്തിൽ കേതുവൊക്കെ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും സഡനായിട്ടുള്ള റിക്കവറി സാധ്യമാകും. ഇപ്പോൾ 2 രാഹു ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അവസാനത്തെ പകുതി സൂര്യനും 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം, മുൻകോപമൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ എന്ന് പറയുന്ന യോഗകാരകനാണ്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ശുക്രൻ 9 നിൽക്കുന്നത്, എങ്കിലും ആ ശുക്രൻ നീചസ്ഥിതനാണ്. അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി 3 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വയും ശനിയും ശുക്രനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുക്രനും ഗുരുവും ഒക്കെ തന്നെ 3 നിൽക്കുന്ന ശനിയെയും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ തൊഴിലിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല, എങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വരാം. അലച്ചിൽ ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. ചിലപ്പോൾ തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് നമ്മൾ ഒരു മാറ്റമൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ അതിൻ്റെ 12 അത് മാത്രമല്ല 9 നിൽക്കുക എന്ന് പറയുമ്പോൾ നീചസ്ഥിതനുമാണ്. അപ്പോൾ ചിലപ്പോൾ തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് മാറ്റം ചിലർക്ക് ഉണ്ടായെന്ന് വരാം. ശുക്രനൊക്കെ 3 ഉച്ച ദൃഷ്ടിയുണ്ട്.
ഗുരുവും 3-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഡിജിറ്റലായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, മീഡിയ പ്രവർത്തകർക്ക്, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. 6-ലൊക്കെ ചൊവ്വയുടെ സ്ഥിതി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വന്നാൽ തന്നെയും അതൊക്കെ അതിജീവിക്കാനാകും. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം സാധ്യമാകുന്ന സമയമാണ്. ഗുരു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പൊതുവെ 10-ാം ഭാവാധിപനായ ശുക്രൻ നീചസ്ഥിതിയിലായാലും കർമ്മനേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ തൊഴിലിടത്ത് പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. തൊഴിലന്വേഷകർക്ക് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന സമയമായിരിക്കും. അതുപോലെ 6-ൽ ചൊവ്വ സ്ഥിതി, ജന്മരാശിയിൽ കുജൻ്റെ ആ ചൊവ്വയുടെ ഉച്ചദൃഷ്ടി, അതുപോലെ ശുക്രൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ ഈ 3-ലൊക്കെ വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ശുക്രൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 3-ൽ വരുന്ന സമയമായതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അതുവഴി പൊതുവെ അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഗുണഫലം അവർക്ക് ലഭിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ 10-ാം ഭാവാധിപനായ ശുക്രൻ 9 നിൽക്കുന്നത്, അതുപോലെ തൊഴിലവസരങ്ങൾ വിദേശത്ത് ഉണ്ടാകും, തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ ശുക്രൻ ഉച്ചസ്ഥിതനാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 5-ന് 7-ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ പ്ലാൻ ചെയ്യും. ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലും യുക്തിസഹമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ, സ്ട്രാറ്റജിയിലൂടെ അത് അതിജീവിക്കാനൊക്കെ കഴിയും. ബിസിനസ് എക്സ്പാൻഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ബുധൻ, അതുപോലെ ഗുരു, അതുപോലെ ചൊവ്വ, ഈ 3 ഗ്രഹങ്ങൾ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ എന്തു പ്രതിബന്ധങ്ങളും ഓവർകം ചെയ്യാൻ കഴിയും. പുത്തൻ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ കഴിവതുമൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന സമയവും കൂടിയാണ് എന്ന് പറയുക. പ്രത്യേകിച്ച് 7-ൽ ഗുരുവൊക്കെ ഉച്ചസ്ഥിതനായിട്ട് വരികയാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ, അതുപോലെ ഗുരു, അതുപോലെ സൂര്യൻ, ഈ 3 ഗ്രഹങ്ങൾ 7-ലുണ്ട്. അതുപോലെ ജന്മലഗ്ന രാശിയിൽ ഈ 3 ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനത്തിനും അനുകൂലമായ സമയമാണ്. എങ്കിലും 5-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ യോഗകാരകനാണ്. ആ ശുക്രൻ 9-ൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ എങ്കിലും ഈ 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യത്തെ 3 വാരമൊക്കെ ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ ഒക്കെ ചെറിയ ഒരു ആലസ്യം വന്നാലും അതൊക്കെ അതിജീവിക്കാനൊക്കെ കഴിയും. അതുപോലെ കോമ്പറ്റീറ്റീവ് തലത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പോരാടി വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അപ്പോൾ ഗുരു, അതുപോലെ കുജൻ, അതുപോലെ ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ നമുക്ക് ആത്മജ്ഞാനമൊക്കെ ആർജിക്കുന്നതിനും പൊതുവെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം കൂടുന്നതിനും നല്ല ചിന്തകൾക്കും അതുപോലെ നമുക്ക് ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും കറക്റ്റ് തീരുമാനമെടുക്കുന്നതിനുമൊക്കെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി ദൃഷ്ടിയൊക്കെ സഹായകമാണ്. വിദേശത്ത് ഉന്നത പഠനം ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ 3 വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ഈ 2-ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3-ലാണ്. പക്ഷേ 3-ൽ ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും 2-ൽ രാഹുവുണ്ട്. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ നിൽക്കുകയാണ്. 11-ലും ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ, നമ്മുടെ സേവനത്തിലൂടെ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ഈ 3-ൽ ഗുരു ശുക്രനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ൽ ശുക്രൻ്റെ ദൃഷ്ടി ഉച്ചദൃഷ്ടിയാണ്. അപ്പോൾ 2-ാം ഭാവാധിപനെ ശനി 3-ൽ
വക്രത്തിലാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ കവർ ചെയ്യാൻ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ മൂന്നില ദൃഷ്ടിക്ക് കഴിയും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ സ്വന്തം എഫർട്ടിലൂടെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. ധനസ്ഥാനത്ത് രാഹുവൊക്കെ ഉണ്ട്. അവസാനത്തെ പകുതി സൂര്യനൊക്കെ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ആ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിനുള്ള ധനാഗമ മാർഗങ്ങൾ ഈ ആഗസ്റ്റ് മാസത്തിൽ ആസൂത്രണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7 ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നതിന് പൊതുവെ അനുകൂല സമയമാണ്. വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ആണെങ്കിലും നീചസ്ഥിതനാണ്. അപ്പോൾ ഗുരു 12-ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ള ഒരവസ്ഥയോടെ നമ്മൾ മനസ്സിലാക്കണം. 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 7 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശുക്രൻ്റെ നീചസ്ഥിതിയും ഗുരു 12-ാം ഭാവാധിപനായിട്ട് 7 നിൽക്കുകയും കൂടെ ചെയ്യുന്ന ഒരവസ്ഥയായതുകൊണ്ട്, അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആദ്യ പകുതി 7 നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാലോചന വന്നാലും ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം. ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായ ശുക്രൻ, പ്രണയകാരകനായ ശുക്രൻ, ആ ശുക്രൻ 9 നീചരാശിയിലാണ്. ഇപ്പം നീചരാശിയാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ 2-3 വാരങ്ങളിൽ 7 സ്ഥിതി തുടരുന്ന സമയമാണ്. അപ്പോൾ ശുക്രനെ ശനി കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 5 ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. യാത്രകളിലൂടെ പ്രണയബന്ധം ദൃഢമാക്കുന്നതിനും സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകാവുന്ന സമയമാണ്. എങ്കിലും ഗുരുവിൻ്റെ ആ 12-ാം ഭാവാധിപത്യവും അതുപോലെ ശുക്രൻ്റെ 9-ലെ നീചസ്ഥിതിയൊക്കെ ഉള്ള സമയമാണ് നമ്മുടെ മനസ്സിലാക്കുക. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 വരുന്നുണ്ട്. അപ്പോൾ ഈ 6-ാം ഭാവാധിപന് 7 വരിക, 8-ാം ഭാവാധിപനായ സൂര്യൻ 7 വരിക, 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7 നിൽക്കുക, അതുപോലെ വിവാഹ ഭാവകാരകനായ ശുക്രൻ നീചസ്ഥിതിയിൽ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇപ്പോൾ 2-3 വാരങ്ങളിൽ അങ്ങനെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ദൂരസ്ഥലത്തേക്കുള്ള യാത്രകൾ, ഷോപ്പിംഗ്, ഇവയൊക്കെ ചിലപ്പോൾ ദമ്പതികൾ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അതുവഴി ചിലവ് കൂടാനും സാധ്യത കാണുന്നുണ്ട്. ഇനി ഫാമിലി ലൈഫ് ചിന്തിക്കുമ്പോൾ ഈ 2-ാം ഭാവാധിപനായ ശനി, ആ ശനി വക്രത്തിലാണ്. 2-ൽ രാഹു ഉണ്ട്. അതുപോലെ 4-ാം ഭാവാധിപനായ ചൊവ്വ 6-ൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് മാനസികമായിട്ടുള്ളൊരു സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലോണ്, കടബാധ്യതകളൊക്കെ ചിലപ്പോൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2-ൽ രാഹു, അതുപോലെ ഈ 2-ൽ അവസാനത്തെ പകുതിയൊക്കെ അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ രാഹു, സൂര്യൻ എന്ന് പറയുന്നത് വളരെ ശത്രുക്കളായ ഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് 2-ൽ ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. തർക്കങ്ങളുണ്ടാകാതെ നോക്കണം. ജന്മരാശിയിലെ ഗുരുദൃഷ്ടിയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി ആഗസ്റ്റ് 9, 10, 13, 14, 23, 24 ഈ ദിവസങ്ങൾ, ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഈ ഗോചര ഗ്രഹസ്ഥിതി, അതായത് ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏത് കൂറിൽ ജനിച്ചവരായാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും
അവർക്ക് മകരലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ മകരലഗ്ന ഫലം അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ അത് കൂടെ ഒരു മനസ്സിലാക്കുക. നമ്മൾ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഫലം പറയുമ്പോൾ മകരക്കൂറിൽ ജനിച്ച ചിലർ മാത്രമേ മകരലഗ്നക്കാരായിട്ട് വരികയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മറ്റു ലഗ്നരാശികളിൽ വരുന്നവരായിരിക്കും. അപ്പോൾ മകരലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ്. അതേസമയം നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്, അപ്പോൾ അതിൻ്റെ ഫലം വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന സമയമായിരിക്കും. അപ്പം ഈ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ആണോ, അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രമാണോ ഇപ്പം നടക്കുന്നത് എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.